So your time starts now. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് എനിക്ക് വയറുവേദന തുടങ്ങിയത്. വയറുവേദന എന്ന് പറഞ്ഞാൽ അതിശക്തമായ വയറുവേദന. ഞാൻ രാവിലെ എനിക്ക് തോന്നുന്നൊരു 8:30 മണിക്കാണ് കപ്പപ്പുഴുക്ക് കഴിച്ചത്. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടാണ് എനിക്ക് വയറുവേദന തുടങ്ങിയത്. ഞാൻ നേരെ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ശരി എനിക്ക് വയറുവേദന എടുക്കുന്നുണ്ട്. വൈഫിനോട് ഇനി പറയരുത്. ആദ്യത്തെ ശ്രമം അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. വൈഫിനെ പേടിയില്ലാത്ത ആരെല്ലാം ഉണ്ടോ? അപ്പൊ ഇനി ആരാ വിളിക്കണ്ട അനീഷ്? ഇനി ആരാ അടുത്ത് വരാനുള്ളത്? പ്ലീസ്. അടുത്ത ശാരദയാണ് വരുന്നത്. ഇങ്ങോട്ടോ. പിന്നെ കുരിശൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ, ധൈര്യമായിട്ട് പറയാം. അപ്പൊ നമുക്ക് ശാരദയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു വാക്ക് പറഞ്ഞേ. അടുത്ത വിഷയമാണ് ആട്. അറിയാലോ, 30 seconds. ഇംഗ്ലീഷ് പറയാൻ പാടില്ല, സ്റ്റാമർ ചെയ്യാൻ പാടില്ല, നിർത്താനും പാടില്ല. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആടിനെ പറ്റി പറയുമ്പോൾ പാത്തുമ്മയുടെ ആട് ഓർമ്മ വരാം, ആട് ജീവിതം ഓർമ്മ വരുന്നുണ്ട്. പിന്നെ പണ്ട് നാട്ടിൽ ഒരാട്ടിൻകുട്ടി ഉണ്ടായിരുന്നു, അമ്മു ആട്ടിൻകുട്ടീനെ ഓർമ്മ വരുന്നുണ്ട്. ഒരു കൊല്ലം നാട്ടിൽ പോകുമ്പോൾ അമ്മയുടെ അമ്മ ആട്ടുകുട്ടിയുടെ പേരറിയില്ല, അമ്മു ആട്ടുകുട്ടി ഇങ്ങനെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ കളിക്കാനായിട്ട് ഉണ്ടായിരുന്നു. അടുത്ത കൊല്ലം നാട്ടിൽ പോയപ്പോഴേക്കും വല്യമ്മ പറഞ്ഞു അമ്മ ആട്ടിൻകുട്ടിയെ കുറുക്കം പിടിച്ചു എന്ന്. വലിയ സങ്കടമായി. പിന്നെ അതിനുശേഷം ആട്ടിൻകുട്ടികളെയൊന്നും വളർത്തിയിട്ടൊന്നുമില്ല. ആട് കുഴപ്പമില്ല, 30 സെക്കൻഡ് കഴിഞ്ഞു. ഗിവ് എ ബിഗ് ഹാൻഡ്. പഴയ ചോക്ലേറ്റ് വല്ല ഇരിപ്പുണ്ടോ എന്ന് കൊടുക്കാം പ്ലീസ്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനുള്ളത്, പണ്ടൊക്കെ സ്കൂളിൽ ഈ ഇത് എന്താ എഴുതാൻ പറയുന്നത്, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, ഒരു സ്റ്റാൻസ എഴുതാൻ പറയത്തില്ല, അതിനെന്താ പറയുന്നത്, ഒരു ടോപ്പിക് കൊടുത്തിട്ട് ഇതിപ്പം ആടിനെ പറ്റി എഴുതാൻ പറയുമ്പോൾ ഉപന്യാസം എഴുതാം. ആടിനെ പറ്റി എഴുതാൻ പറയുമ്പോൾ ആടിനെ ഒരു തെങ്ങെ കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് പറയുന്ന പോലായിരുന്നു ഏകദേശം. ടീച്ചർ എങ്ങാനും ആണോ? ഇനി ടീച്ചറായിരുന്നോ? അല്ലേ. അടുത്ത JP വരൂ. JP പ്ലീസ് കടന്നു വരൂ. ഒന്നുമില്ല, മായ പറഞ്ഞത് ഏറ്റു പറഞ്ഞാൽ മതി, ഇങ്ങി പോരെ. അടുത്ത JP. എല്ലാവരും ഒന്ന് കൈയടിച്ച JPക്ക് വേണ്ടി. അല്ല, JPയുടെ മലയാളം പറയരുന്ന് പറഞ്ഞാൽ മതി, JP കൊടുക്കും. ചാറ്റൽ മഴ. And your time starts now. ചാറ്റൽ മഴ. JP പോരുത്. എന്നാ പറയാം, കാരണം JPക്ക് ഇനി മൈക്ക് കൊടുത്താൽ JP പാട്ട് പാടിക്കളയും. അതിന് തരാം, അവസരം തരാം. ഞാൻ പറയുന്നത് വേറെ വിഷയം തരട്ടെ. നല്ല തരട്ടെ, നല്ല ചാറ്റൽ മഴ. Your time starts now. ചെവി, ആനച്ചെവി, മനുഷ്യന്റെ ചെവി, ആട്ടിന്റെ ചെവി, പറഞ്ഞോ. പിന്നെ ആട്ടിൻ ചെവി. ചെവിയുടെ ഉപയോഗം കേൾവിക്കാണ്, പിന്നെ പിച്ചാനാണ്, ചെവി വിരിക്കാനാണ്, പിന്നെ ചെവി തലയുടെ ഏകദേശം ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചടിച്ചുകൂടാ, സാധാരണ കാണപ്പെടാറ് അവിടെയൊക്കെയാണ്. ഓക്കെ. അടുത്തത് നമ്മൾ അഡലേഡിന് ഒട്ടും പരിചിതമല്ലാത്തൊരു വ്യക്തിയാണ് വിളിക്കുന്നത്. ദ സായി. കമോൺ സായി.
ചെയ്യോ? ആരെങ്കിലും സബ്ജക്റ്റ് ചെയ്യോ? കാരണം എൻ്റെ കയ്യിൽ നല്ല ക്ലാസ് സബ്ജക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ. എല്ലാവർക്കും പേടിയാണോ സായിന്? എനിക്കും അതെ. അയ്യോ 30 സെക്കൻഡേ ഉള്ളൂ കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞ ഏത് വേർഡാണ് നമ്മളിപ്പോൾ സായിക്ക് കൊടുത്ത്? തള്ളൽ. ആ നടുക്കോട്ട് നിന്നേ ക്രോസിലേക്ക്. അപ്പോൾ സായിയുടെ സമയം തുടങ്ങുന്നു നൗ. എന്നെ തള്ളാനായി എനിക്ക് വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് എനിക്കും ഹിജാസ്കയ്ക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളെ തള്ളാൻ മറ്റൊരു തെണ്ടിയുടെ ആവശ്യമില്ല. പിന്നെ ഈ തള്ളലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ നാട്ടിൽ ഒരു ഈ പാളയിൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട് കുട്ടികളെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ ഇങ്ങനെ ഹവായി ചെരുപ്പമ്മൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ ചക്രം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉന്തണ പരിപാടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തള്ളും. പിന്നെ അനിയത്തിമാരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ കട്ടുമ്പൊന്ന് തള്ളിയിടും. അങ്ങനെ ഞങ്ങൾക്ക് ഉടനെ പരിപാടി തുടങ്ങണ്ട, ഒന്ന് ഇറങ്ങി തരുമോ? ഹവായി, അത് ഹവായി അതാ. അപ്പൊ സായി ജയിച്ചിരിക്കുകയാണ്. സായിക്കും ഒരു ചോക്ലേറ്റ്.